ഈ ചന്ദ്രശേഖരൻ ആയ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടെയും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഇ ചന്ദ്രശേഖരനാണ് മുഖ്യമന്ത്രിക്ക് പിന്നാലെ രണ്ടാമതായി സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റെടുത്തിരിക്കുന്നത്. കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഇ ചന്ദ്രശേഖരനാണ് പിണറായിക്ക് പിന്നാലെ രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത്. കാസർകോട്ടെ കാഞ്ഞങ്ങാട്ട് നിന്നുമാണ് അദ്ദേഹം വിജയിച്ചത്. ഇ ചന്ദ്രശേഖരൻ റവന്യൂ വകുപ്പാണ് അദ്ദേഹത്തിന് നൽകുന്നത് എന്നാണ് അറിയുന്നത്. ഇ ചന്ദ്രശേഖരൻ രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തൊട്ടടുത്തായി റവന്യൂ വകുപ്പിലേക്ക് എത്തുന്ന ഇ ചന്ദ്രശേഖരനാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് മാത്യു ടി തോമസ്. റൈറ്റ്, മാത്യു ടി തോമസ് ആണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. JDS അംഗമായ മന്ത്രിസഭയിലെ JDS അംഗമായ മാത്യു ടി തോമസ് ആണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അദ്ദേഹം വേദിയിലേക്ക് വരികയാണ്. മാത്യു ടി തോമസ് ആയ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. മാത്യു ടി തോമസ് ആയ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. LDF മന്ത്രിസഭയിലെ JDS അംഗമായ മാത്യു ടി തോമസ് ആണ് മൂന്നാമതായി സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റെടുത്തിരിക്കുന്നത്. തിരുവല്ലയിൽ നിന്ന് വിജയിച്ചാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നത്. രണ്ടാം തവണയാണ് സംസ്ഥാനത്തിൻ്റെ മന്ത്രി പദത്തിലേക്ക് മാത്യു ടി തോമസ് എത്തുന്നത്. LDF മന്ത്രിസഭയിലെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന LDF മന്ത്രിസഭയിലെ മൂന്നാമത്തെ അംഗമായത് മാത്യു ടി തോമസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തിരിക്കുന്നു. ശ്രീ AK ശശീന്ദ്രൻ. റൈറ്റ്, NCP പ്രതിനിധിയായ AK ശശീന്ദ്രനാണ് ഇനി അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നു. AK ശശീന്ദ്രൻ
കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത്. ഇന്നലെ മാത്രമാണ് NCPയുടെ മന്ത്രി ആരെന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നത്. NCPയുടെ പ്രതിനിധിയായി മന്ത്രിസഭയിലേക്ക് എത്തുന്ന AK ശശീന്ദ്രൻ എലത്തൂരിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ച് നിയമസഭയിലേക്ക് എത്തിയത്. AK ശശീന്ദ്രൻ അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി വേദിയിലേക്ക് എത്തുന്നു. AK ശശീന്ദ്രൻ ആയ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവുമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. AK ശശീന്ദ്രനാണ് നാലാമതായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. മന്ത്രിസഭയിലെ LDF മന്ത്രിസഭയിലെ ശശീന്ദ്രൻ ആയ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. LDF മന്ത്രിസഭയിലെ NCP അംഗമായ AK ശശീന്ദ്രനാണ് നാലാമതായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത്. എലത്തൂരിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നത്. ഇതിനു മുമ്പ് 2006 ബാലുശ്ശേരിയിൽ നിന്നും 1982 എടക്കാട്ട് നിന്നും 1980 പെരിങ്ങളത്ത് നിന്നും അദ്ദേഹം നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. ആദ്യമായാണ് AK ശശീന്ദ്രൻ മന്ത്രിയാകുന്നത്. NCPയുടെ ദേശീയ പ്രവർത്തക സമിതി അംഗമാണ് അദ്ദേഹം. LDF മന്ത്രിസഭയിലെ NCP പ്രതിനിധിയായി AK ശശീന്ദ്രൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തിരിക്കുന്നു. ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി. റൈറ്റ്, കടന്നപ്പള്ളി രാമചന്ദ്രനാണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. കോൺഗ്രസ് എസിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം. അഞ്ചാമത് മന്ത്രിയായി LDF മന്ത്രിസഭയിലെ അഞ്ചാമത് മന്ത്രിയായി അദ്ദേഹം അധികാരമേറ്റെടുക്കാൻ വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കുന്നു. രാമചന്ദ്രൻ കടന്നപ്പള്ളി ആയ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. രാമചന്ദ്രൻ കടന്നപ്പള്ളിയായ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. LDF മന്ത്രിസഭയിലെ കോൺഗ്രസ് എസ് പ്രതിനിധിയായ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് അഞ്ചാമതായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ VS സർക്കാരിലും അദ്ദേഹം മന്ത്രിയായിരുന്നു, ദേവസ്വം മന്ത്രിയായിരുന്നു. അദ്ദേഹം കണ്ണൂരിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ച നിയമസഭയിലേക്ക് എത്തുന്നത്. കടന്നപ്പള്ളി രാമചന്ദ്രൻ അഞ്ചാമതായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തിരിക്കുന്നു.
കോൺഗ്രസ് എസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഇപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രൻ. കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയാണ്. രണ്ടാം തവണ അദ്ദേഹം മന്ത്രിയാകുന്നത്. കഴിഞ്ഞ VS സർക്കാരിൽ അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്നു. ശ്രീ AK ബാലൻ. AK ബാലൻ തരൂരിൽ നിന്നും വിജയിച്ച AK ബാലനാണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ വേണ്ടി എത്തുന്നത്. രണ്ടാം തവണയാണ് AK ബാലൻ മന്ത്രിയാകുന്നത്. VS അച്യുതാനന്ദൻ സർക്കാരിൽ അദ്ദേഹം വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. AK ബാലൻ അടുത്തതായി ആറാമതായി. AK ബാലനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷി മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. AK ബാലനായ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുഖപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ലെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. AK ബാലനാണ് ആറാമതായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത്. അദ്ദേഹം തരൂരിൽ നിന്ന് വിജയിച്ചാണ് നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. 2006-2011 VS അച്യുതാനന്ദൻ നേതൃത്വം നൽകിയ LDF സർക്കാരിൽ അദ്ദേഹം വൈദ്യുതി, പട്ടികജാതി പട്ടികവർഗ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നു. 2015 മുതൽ അദ്ദേഹം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്ത് ജനിച്ച AK ബാലൻ അഭിഭാഷകൻ കൂടിയാണ്. ഡോക്ടർ KT ജലീൽ. ഡോക്ടർ KT ജലീൽ മലപ്പുറത്തെ തവനൂരിൽ നിന്നും വിജയിച്ച് നിയമസഭയിലേക്ക് എത്തുന്ന സ്വതന്ത്രനായി വിജയിച്ച് CPM സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച KT ജലീലാണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി വേദിയിലേക്ക് എത്തുന്നത്. KT ജലീൽ ആയ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവുമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. KT ജലീൽ ആയ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. KT ജലീലാണ് ഏഴാമതായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ തവനൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച KT ജലീൽ ഇത് മൂന്നാം തവണയാണ് നിയമസഭയിൽ എത്തുന്നത്. 2006 കുറ്റിപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി അട്ടിമറിച്ചാണ് അദ്ദേഹം ശ്രദ്ധേയനാകുന്നതും ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നതും. 2011 തവനൂരിൽ നിന്നും വിജയിച്ചു. 2016 വീണ്ടും തവനൂരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട് LDF മന്ത്രിസഭയിലെ അംഗമായിരിക്കുകയാണ് KT ജലീൽ.
അദ്ദേഹം ചരിത്രകാരനും കോളേജ് അധ്യാപകനും കൂടിയാണ്. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി സ്വദേശിയാണ് KT ജലീൽ. ശ്രീ E.P. ജയരാജൻ. ഇ പി ജയരാജനാണ് മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്നും, കണ്ണൂരിലെ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് നിയമസഭയിലേക്ക് എത്തുന്ന EP ജയരാജനാണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് വരുന്നത്. EP ജയരാജൻ ആയ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. EP ജയരാജൻ ആയ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു.